ഹലോ ഗൈസ്, നബൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് സുള്ളിയയിലെ 3-ാമത്തെ ദിവസമാണ്. ഇന്ന് കല്യാണമാണ്. അപ്പോൾ കാസർഗോഡാണ് കല്യാണം, ചെക്കൻ്റെ വീട്. അപ്പം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കാറിൽ പോവാണ്. നെജിൻ്റെ വൈഫിൻ്റെ ഫാമിലിയും ഞാനും എല്ലാവരും ഉണ്ട്. അങ്ങനെ കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നല്ല പരിപാടിയാണ്, നല്ല വലിയ ഓഡിറ്റോറിയമാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്, പാട്ടും മേളവും എല്ലാം ഉണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനിലാണ് നമ്മൾ എത്തിയപാട് ഉണ്ടായത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ അന്നൊരു കാര്യം മനസ്സിലായി, രണ്ടാളെ കല്യാണമാണ്, ഏട്ടനും അനിയൻ്റെയും. അപ്പോൾ നജീറും ഫാമിലി ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നല്ല പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. പാട്ടെല്ലാം കേട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. നമ്മളിങ്ങനെ പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം പിന്നെ ചോറ് കഴിക്കുന്നിടത്തേക്ക് പോയി. അങ്ങനെ ചോറെല്ലാം കഴിച്ചു വന്ന് ഇങ്ങനെ പെണ്ണിനെ സ്റ്റേജിലേക്ക് കെട്ടേണ്ട പരിപാടി. കല്യാണമെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിറ്റേന്ന് നമ്മൾ നാട്ടിലേക്ക് പോകേണ്ടത് 3-4 ദിവസമായി ഇപ്പോൾ സുള്ളിയിൽ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി KSRTC ബസ്സിൽ കയറി. അപ്പം ഇവിടുന്ന് നമ്മൾ ഏകദേശം 2 മണിക്കൂറുണ്ട് കാസർഗോഡിലേക്ക്. അവിടുന്ന് പിന്നെ തലശ്ശേരിയിലേക്ക് ട്രെയിനിലാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഇങ്ങനെ ഫുള്ള് നാച്ചുറലായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ്. പുഴയും കാടും മലയും നല്ല ഭംഗിയുണ്ട്. അതും പ്രത്യേകിച്ച് KSRTCയിൽ പോകുമ്പം വേറെ തന്നെ രസമാണ്. കാട്ടിനുള്ളിലൂടെ പോകുന്ന ഒരു ഫീലാണ്. അങ്ങനത്തെ റോഡാണ് ഇവർക്ക്. ഒരു 2 ബസ് വന്നാൽ ചിലപ്പം ബ്ലോക്കാവും. അങ്ങനത്തെ റോഡാണ്. ചെറിയ അവിടെ ഇങ്ങനെ സൈഡിൽ ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇങ്ങനെ ഓരോ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ്. ആനൻ്റെത്, പോത്തിൻ്റെ, അങ്ങനെ കുറേ ബോർഡുകളെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ നല്ല കാട് പ്രദേശമാണ്. ശരിക്ക് ഫുള്ള് കാടാണ്. ചുറ്റും വീടുകളൊന്നുമില്ല. നജീറും വൈഫ് അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങോട്ടൊക്കെ എത്തിയാലും പിന്നെ വീടുകളെല്ലാം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. റോട്ടുമുന്നോട്ട് പശു എരുമ എന്തോ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ. ഒരു ക്ഷീണം അറിയില്ല ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ. നമ്മൾ കാണുന്നില്ലേ. അങ്ങനെ കുറേ നേരം നമ്മൾ ഇരുന്ന് ബസ് ഇപ്പോൾ ടൗണിൽ എത്താനായി. ഏകദേശം കാസർഗോഡിൻ്റെ ടൗണിലെത്താനായി. ടൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡ് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കാസർഗോഡ് എത്താനാന്നുള്ള ശരിയായ കാസർഗോഡിൻ്റെ ടൗണിലാണ് നിങ്ങളിപ്പം കാണുന്നത്. നല്ല തിരക്കുള്ള ഏരിയ തന്നെയാണ്. കുറേ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. പെട്ടെന്ന് തന്നെ ട്രെയിന് പോയ സമയത്ത് തന്നെ ട്രെയിൻ കിട്ടിയോണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ട്രെയിനിലേക്ക് കയറി. 4-5 ദിവസം അവിടെ നിന്ന് എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയായിരുന്നു, ആ നാട്ടുകാരായിട്ട്. അപ്പം എന്തോ ഒരു ഫീലുണ്ട് പോകുമ്പോൾ. നമ്മളിങ്ങനെ യാത്ര ഇങ്ങനെ ചെയ്യാണ്. പുറത്തെ കാഴ്ചകളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളോരോ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുത്ത്
അങ്ങനെ ആസ്വദിച്ച് നമ്മളങ്ങനെ തലശ്ശേരി എത്തിയിട്ടുണ്ട്. തലശ്ശേരി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നാടെത്തുമ്പോൾ എവിടെ പോയി വന്നാലും നാട്ടിലെത്തുമ്പം വേറെ ഒരു ഫീലാണ്. നമ്മളെ നാടെത്തിയല്ലോ എന്നല്ല. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് നമ്മളപ്പോൾ ചായയും കുടിച്ച് പിന്നെ ഓട്ടോറിക്ഷ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷയും പിടിച്ച് വേഗം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കി. അങ്ങനെ നമ്മളെല്ലാവരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു യാത്രയെല്ലാം ചെയ്ത്. അങ്ങനെ എല്ലാവരും കഥയെല്ലാം പറഞ്ഞ് നമ്മൾ 3 ആളുണ്ട്. അങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയി. ഇതാണ് നമ്മളെ എരഞ്ഞോളിപ്പുഴയാണ്. ഇതിപ്പം പുതിയ ബ്രിഡ്ജെല്ലാം വന്നിന് അതിലെ. എന്നാലും നമ്മൾ പഴയ പാലത്തിൽ വരുന്നത് കൊളശ്ശേരിയിലേക്ക് പോകാനുള്ള വഴിയാണിത്. പഴയ പാലത്തിൽ ഇടത്തോട്ട് കട്ട് ചെയ്യണം നമ്മൾ. ഈ പഴയ പാലത്തിലൂടെ തന്നെ പോകണം. പോകുന്ന വഴിക്ക് അതവിടെ മീൻ കച്ചവടം എന്താ തിരക്ക് നോക്കിയതാണ്. അപ്പം നല്ല മീനെല്ലാം വെക്കുന്നുണ്ട് അവിടെ. ഇതാണ് എരഞ്ഞോളി. ഇപ്പം നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പാർക്ക് പോലെയെല്ലാം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ എരഞ്ഞോളിപ്പാലം. ഇതിലിപ്പം ഞാൻ അടുത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം അടുത്തിട്ട് ആക്കിയാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് ചെറിയൊരു വ്ളോഗാണ്. താങ്ക് യു ഗൈസ്.